ഹലോ ഗൈസ്, പല ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പ്രേമം പൊട്ടിപ്പോയി വിചാരിക്കുക, അല്ലെങ്കിൽ ബ്രേക്കപ്പായി എന്നല്ല, ഒരാൾ നമ്മൾ തേച്ചു പോയി. അപ്പോഴേക്കും നമ്മൾ രണ്ടാമത്തെ ആളിലേക്ക് പോയി, അതെങ്കിലും ശരിയാവും വിചാരിച്ചിട്ട് അതൊന്നും നമുക്ക് തേപ്പ് ഇട്ട് വിചാരിക്കുക. അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇപ്പുറത്തുള്ള ആൾക്ക് കൊണ്ട് കല്യാണം ഒരുമിച്ചുള്ള ജീവിതമായിരിക്കും, നടക്കില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കും. ഇനിയൊരു പ്രേമവും ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും അടുത്തേക്ക് പോവുക. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അല്ലെങ്കിൽ ആ തളരരുത് രാമൻകുട്ടി കൊണ്ട് സ്വയം പ്രോത്സാഹിപ്പിക്കായിരിക്കും. അങ്ങനെ പോണാണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വേണ്ട രീതിയിൽ ഹീൽ ചെയ്യാണ്ട് അടുത്ത റിലേഷൻഷിപ്പിലേക്ക് ചാടിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, പിന്നെ ഹീൽ ചെയ്യാൻ നമ്മൾ ഉണ്ടാവണമെന്നില്ല, കെട്ടിത്തൂങ്ങി ചാവേണ്ട അവസ്ഥ വരുന്നുണ്ടാവും. സ്വയം ഹീൽ ചെയ്തിട്ട് അവനവൻ്റെ ഒരു ലെവലിലേക്ക് എത്താണ്ട് അടുത്ത റിലേഷൻഷിപ്പിലേക്ക് ചാടുമ്പോൾ ഒരു വിഷയം എന്താ വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് സെറ്റ് ആവണമെന്നില്ല. അത് വലിയ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ടായിരിക്കും. അൺഹീൽഡ് ട്രോമ ഈസ് സംതിങ് സൂയിസൈഡൽ. ഇത് കേട്ടിട്ടില്ലേ ഗൈസ്? മഹാകവി രമേശ് സി പി പറഞ്ഞതാണ്, കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ എന്താ പറയുക, ആരെങ്കിലും ഒരു റിലേഷൻഷിപ്പ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ട് പോയിക്കണ ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ആദ്യം അതിൽ വന്ന് സ്വന്തം കാലിൽ നിന്നൊന്ന് സെറ്റായി റെഡി ആയിട്ട് വരിക. എന്നിട്ട് സമാധാനത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് അന്ന് വേറൊരു റിലേഷൻഷിപ്പ് പോകാം, അല്ലെങ്കിൽ വേറൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടി കുറച്ച് ടൈം എടുത്ത് സെറ്റായിട്ട് പോയാൽ അടിപൊളിയാവും തോന്നുന്നു. അല്ല നിങ്ങളൊരു സൂയിസൈഡിലായ ലെവലിൽ വിചാരിക്കുക, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയിട്ടൊരു അവസ്ഥയിൽ ചാടിക്കയറി അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പണിയാവാൻ സാധ്യതയുണ്ട് ഗൈസ്. കാരണം നമ്മളങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കണത്, നമ്മൾ വേണ്ട രീതിയിൽ ഹീൽ ചെയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ പ്രാന്തമായിട്ടിരിക്കുന്ന സമയത്ത്, രാത്രി ഉറക്കമില്ല സമാധാനമില്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി പെട്ടെന്ന് കണക്ട് ആവേണ്ട രീതിയിൽ, അല്ലെങ്കിൽ സെക്ഷലി നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആക്കേണ്ട രീതിയിൽ, നമുക്കൊരു കിക്ക് തരുന്ന രീതിയിൽ ആളുകളായിട്ടൊക്കെ നമുക്ക് അടുത്ത ഒരു ഇത് വരിക, അങ്ങനെ ഒരാളായിട്ട് അയാളുടെ പണി കഴിഞ്ഞിട്ട് പോകണ്ടാവും. പിന്നെ നമുക്കത് ഭയങ്കര വിഷയമാകും. പിന്നെ ട്രോമ ബോണ്ടായിരിക്കും, ഭയങ്കര രീതിയിൽ അബ്യൂസീവായ റിലേഷൻഷിപ്പായിട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നും മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കുറേ പണികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സമൂഹം ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ അടിപൊളിയാവും എന്ന് തോന്നുന്നു. ഞാനിത് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ കുറേ ആളുകളെ കാണലുണ്ട്. ഇവർ സങ്കടം വരുന്ന സമയത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, നമ്മളെ സങ്കടം വന്ന് പ്രാന്തായിട്ടാണ്, നമ്മളെ കേൾക്കാനൊന്നും ആരും കണ്ടിട്ടില്ല പല സമയത്തും. പൊതുവേ ഇവർ സങ്കടം പറയും, നമ്മളെ ഇല്ലാത്ത ഊർജ്ജം എടുത്തിട്ടായിരിക്കും പറയേണ്ട. ഒന്ന് ചിന്തിച്ചോ, ഇവരെ പണിയിട്ട് പ്രാന്തായിട്ട് ഇതൊക്കെ. ഒറ്റ ദിവസം കേട്ട് വീണ്ടും വേറെ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ പറയാം, അടുത്ത് തുടങ്ങിയില്ലേ, ഓൾ ദി ബെസ്റ്റ്, അടിപൊളി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രാന്തായിട്ട് വന്നിട്ട് അപ്പോഴും സങ്കടം വന്ന് ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്തത്, പിന്നെ നമ്മളിപ്പോൾ ഇത് പ്രാന്തായിട്ട് ഇവരുടെ ലൈഫ് റെഡിയാക്കാൻ വേണ്ടി ഇരിക്കണതല്ലേ. നമ്മൾ ഈ ഫ്രീ ആയിട്ട് ഉപദേശം കൊടുക്കണമുണ്ടോ അല്ലെങ്കിൽ ഇടപെടണമുണ്ടുള്ള പ്രശ്നമൊന്നും, നമ്മൾ തന്നെ ഉപദേശിക്കാനുള്ള ഊർജ്ജം നമുക്കില്ല. നമ്മളാരും ഉപദേശിച്ച് നന്നാക്കാനൊന്നും ആരുമില്ല. ഒക്കെ ഉള്ള ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്. എന്തിനാ ഈ നാർത്തരത്തിന് നമ്മൾ നിൽക്കണത്? അപ്പോൾ ഒരാളുടെയും പ്രേമത്തിൻ്റെ കാര്യങ്ങളിലും അല്ലെങ്കിൽ പറഞ്ഞ മാതിരി തേപ്പിൻ്റെ കാര്യങ്ങളിലും ഇടപെടരുതെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേസ്. പക്ഷേ എന്താണെന്നാവോ, എപ്പോഴും ഓരോരുത്തർ വന്നിങ്ങനെ അവർ സങ്കടം വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആളിലേക്ക് പോകും, പിന്നെ അവർ സങ്കടം വന്ന് പറഞ്ഞു പോകും. എന്താ നമ്മളിവിടെ പ്രാന്തായിട്ടൊക്കെയല്ലേ. ഇതിപ്പോൾ കുറേ ആൾക്കാരെ ഇങ്ങനെ 3-4 റിലേഷൻഷിപ്പുകൾ അവർ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കേൾക്കണത്. ഒരേ ആൾക്ക് 3-4 റിലേഷൻഷിപ്പുകൾ, ഒന്ന് കഴിയുമ്പോൾ അടുത്ത് എന്തത് ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളും രോഗിണികളും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇതെന്തിനാ പോയത് ആവശ്യത്തിന് നിൽക്കുന്നത്? സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ് പോയണത്. ഞാനിത് ആൾക്കാരുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതിലിങ്ങനെ ഇടപെട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഊർജ്ജം കളഞ്ഞിട്ട് ഇക്കുറേമിക്കുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല, ഊർജ്ജം ഉണ്ടാവില്ല തോന്നുന്നു കേസ്. നമ്മളെ പ്രാന്തായിട്ട് തലക്ക് പ്രാന്തായിട്ട് വെക്കണത്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളതാണ്, പ്രേമം ദുഃഖമാണ് ഉണ്ണി, അവനവൻ്റെ കാര്യം നോക്കിയാൽ അടിപൊളി. പിന്നെ ഒരാളിലേക്ക് അവനവൻ്റെ കാര്യം നോക്കി പോകാമെന്നല്ല കേട്ടോ ഉദ്ദേശ്യം, ഒരാളിലേക്ക് മാത്രം പോകാണ്ടേ. നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തിയിൽ ഒതുങ്ങാണ്ടേ കുറേ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും തോന്നുന്നു കേസ്. നമ്മൾ ലൈഫിൻ്റെ സ്റ്റേജ് ഒരു പക്ഷേ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ലൈഫിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നലും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിലെവിടെ ഒരു ബാലൻസ് കണ്ടെത്തും എന്നുള്ളൊരു സംഗതിയാണ് അല്ലേ. ആൻ മരിയ കലിപ്പിലാണ് സിനിമയിലെ മറ്റേ കുറേ സോഷ്യൽ സർവീസ് അതും ഇതൊക്കെ ചെയ്തിട്ട് കുറേ പേര് ഡിവോഴ്സ്ഡ് ആവുന്നൊരവസ്ഥയിൽ അവസാനം രണ്ടും കൂടിയൊക്കെ ചേർത്ത് പിടിച്ച് മുമ്പിൽ ഒരു ബാലൻസിലെത്തും അല്ലേ. ലൈഫിന് വേണ്ട ഒരു ഫാമിലി ലൈഫ് അങ്ങനെ ഒരു സംഭവമായിരിക്കും. രണ്ടുപേരും ഫ്രണ്ട്സാണ്, പക്ഷേ രണ്ടുപേരുടെയും പ്രിൻസിപ്പിൾസ് വേറെ രീതിയിലാണ് ഇത് ലൈഫിനെ അവർ കാണുന്നത്. സോഷ്യൽ സർവീസ് ഒരാൾക്ക്, മറ്റൊരാൾക്ക് ഫാമിലി ലൈഫ്. മറ്റൊരാൾക്ക് സോഷ്യൽ സർവീസ് വേണ്ടാന്നല്ല, അല്ലെങ്കിൽ മറ്റൊരാൾ ഫാമിലി ലൈഫ് വേണ്ടാന്നുള്ളതല്ല. സംഗതി എന്താണെന്ന് വെച്ചാൽ അവർക്കെന്തോ അത് ഒരു ക്ലാഷ് വരണം, ടൈം കണ്ടെത്താൻ പറ്റില്ല. രണ്ടുപേർക്കും ഒരുമിച്ച് ഇരുന്നിട്ട് കുട്ടീനെ നോക്കാനും കാര്യങ്ങൾ അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാനും ഫാമിലിയിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും മുന്നോട്ട് പോകാനുമുള്ള
അതൊന്നും നടക്കുന്നില്ല. അപ്പം അതിൻ്റെ ഒരു കാര്യമായിരിക്കും. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഗൈസ്, എന്ത് നമ്മൾ പറഞ്ഞത്, ഒരു വണ്ടിയിൽ നിന്ന് വീണിട്ട് സംഭവിച്ചാണ് ഗൈസ്. അവിടെ ഇവിടെയൊക്കെ മുറിയുണ്ട് കേട്ടോ. നല്ല വേദനയാണത്. അവിടെ ഒരു കുഴി ഉണ്ട്, അതിൽ അപ്പുറത്തുണ്ട്, ഇതിലുണ്ട്. അതുപോലെ കാലിൻ്റെ വലത്തെ മുട്ടിലുണ്ട്. എൻ്റെ അമ്മ കാലിൻ്റെ വലത്തെ മുട്ട് പോകേണ്ടതായിരുന്നു, നേരങ്ങി പോയി. അപ്പോൾ ജീൻസ് പാൻറ് ഇട്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സമാധാനം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു എന്താണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ദയവ് ചെയ്ത് ഇനി വേറൊരാളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, പ്രേമ സങ്കടങ്ങൾ ഞാൻ എടുക്കണ പരിപാടി നിർത്തി ഗൈസ്. ഇനി പരിപാടി എടുക്കില്ല. വന്നത് ഞാൻ സിംഗിൾ പേഴ്സൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഒരാളായിട്ട് റിലേഷൻഷിപ്പ് ആവാൻ തന്നെ നമുക്ക് പേടിയാണ്. അപ്പോൾ കുറേ റിലേഷൻഷിപ്പ് കഥകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ സാധനം കയറണത്, റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്, ഇതിലിങ്ങനെ പ്രശ്നം ഉണ്ടായിരിക്കും, ഇതിങ്ങനെ സംഭവം ഉണ്ടായിരിക്കും, ഇതിങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കും, അവസാനം കയ്യിൽ നിന്ന് പോയ ഒരവസ്ഥയിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടല്ലേ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഭയങ്കര പ്രശ്നമായി. ഞാൻ ഒരു കാര്യം പറ്റും, ഞാനൊരു ഫീലിംഗ് ടൈപ്പ് മനുഷ്യനാണ്. ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ, വയലൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നം, അതിന് ബാധിക്കും, എൻ്റെ സമാധാനത്തെ ബാധിക്കും. അതൊക്കെ കേൾക്കും ഭയങ്കര വിഷയമാണ് കേസ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എന്തിനാണ് വീഡിയോ ചെയ്തത്, പ്രേമിക്കുന്നവരൊക്കെ നയിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഗൈസ്, അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും ലൈഫിൽ. ഞാൻ അവസാനം കൈകാലിട്ടടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. തേപ്പിൻ്റെ മുകളിലൊരു തേപ്പ് അല്ലേ, ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. സോ ടൈം എടുത്ത് സമാധാനത്തോടു കൂടി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ കുറച്ച് രസമായിരിക്കുന്നു. പിന്നെ വലിയ പ്രതീക്ഷകളൊന്നും അപ്പുറത്തുള്ള ഒരാളിൽ വെക്കണ്ട. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആൾ കൂടെ ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. മനുഷ്യരാണ് പിള്ളേ, മനുഷ്യർ മാറും, കാലം മാറും, സിറ്റുവേഷൻസ് മാറും, ഇൻട്രസ്റ്റുകൾ മാറും. ലോങ് ടേം ഗോളുകൾ എന്തെങ്കിലും രണ്ടുപേർക്കുണ്ട്, കുറേ കാലത്തേക്ക് ലോങ് ടേം പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാകും. വെച്ചാൽ പലരും ഇവിടെ വന്ന് ഷോർട്ട് ടേം പ്ലാനുകളാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള സിറ്റുവേഷൻഷിപ്പിലാണ് കിടക്കണത്. എന്തായാലും ഗൈസ്, എനിക്ക് സത്യം പറഞ്ഞാൽ ലൈഫിൽ പേടി പിടിച്ചു തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഒരാളോട് അടുക്കാൻ തന്നെ പേടിയാണ്, ഒരാളൊരു കമ്പനിയാവാൻ പേടിയാണ്, പ്രേമം തന്നെ പേടിയാണ്, റിലേഷൻഷിപ്പുകൾ തന്നെ പേടിയാണ്. ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക അല്ലേ, അത്രയേ ഉള്ളൂ കാര്യം.